എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നോക്കാം. പേജ് നമ്പർ 15. പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് ദി കമ്പനി. നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ദി പ്രിൻസിലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ വെയർ സബ്ജുഗേറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ത്രൂ വാഴ്സ് ആൻഡ് ഡിപ്ലോമസി. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദി ആംഗ്ലോ-മൈസൂർ വാർസ് വെയർ ഫോർട്ട് ബിറ്റ്വീൻ ദി സൗത്തേൺ പ്രിൻസിലി സ്റ്റേറ്റ് ഓഫ് മൈസൂർ ആൻഡ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ദി മൈസൂർ ആർമി വാസ് ലെഡ് ബൈ ഹൈദർ അലി, who was the ruler of Mysore, and his son Tippu Sultan. The company army and the Mysore sultans clashed 4 times. After Hyder Ali's death in 1782, Tippu Sultan commanded the Mysore forces in the 4th Mysore War of 1799. Mysore fell when Tippu Sultan was killed by the company forces. ദക്ഷിണേഷ്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദർ അലിയുടെ മരണത്തിന് ശേഷം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ദി ആംഗ്ലോ മറാത്ത വാർസ് വെയർ ഫോർട്ട് ബിറ്റ്വീൻ ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദി മറാത്ത കിങ്ഡം. With the third Anglo-Maratha War, the Maratha territories came under the British control. With the defeat of the Sikhs in the Anglo-Sikh wars between the English East India Company and the Sikhs, Punjab came under the British rule. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിക്കുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിക്ക് യുദ്ധങ്ങളിലെ സിക്കുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. പ്രിപ്പയർ എ ഫ്ലോചാർട്ട് ഓഫ് ദി മെയിൻ ഇവന്റ്സ് ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡൊമിനൻസ് ഇൻ ഇന്ത്യ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദി ക്ലാസ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആധിപത്യം സംബന്ധിച്ച പ്രധാന സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു കോമൺ ഫീച്ചേഴ്സ്? എന്തൊക്കെയായിരുന്നു? ഹയർ ടാക്സ് റേറ്റ് ആദ്യം പറഞ്ഞു അല്ലേ, ഉയർന്ന നികുതി നിരക്കിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തതായിട്ട് എന്തായിരുന്നു? ലാൻഡ് ടാക്സ് കളക്റ്റഡ് ഫ്രം ഫാർമേഴ്സ്. ഭൂനികുതി, അതായത് കർഷകരിൽ നിന്ന് ഭൂനികുതി പിരിച്ചെടുത്തിരുന്നു. അടുത്തതായിട്ട് എന്താണ്? ഫാർമേഴ്സ് വെയർ റിക്വയർഡ് ടു പേ എ ഫിക്സഡ് എമൗണ്ട്, അതായത് കർഷകർ നിർബന്ധമായിട്ട് ഒരു തുക നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു. അടുത്തെന്താണ്? നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിരുന്നു. ദി ബ്രിട്ടീഷ് സീസ്ഡ് ദി ലാൻഡ് ഓഫ് ഫാർമേഴ്സ് ഹു ഫെയിൽഡ് ടു പേ ടാക്സസ്. ഇത്രയുമാണ് കോമൺ ഫീച്ചേഴ്സ്. ദി എയിം ഓഫ് ദി ബ്രിട്ടീഷ് വാസ് ടു procure maximum wealth from the conquered territories. The methods adopted by them for this include trade, tax collection and wars. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായിട്ട് അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതിപ്പിരിവ്, യുദ്ധങ്ങൾ തുടങ്ങിയവ. ദി ടാക്സ് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ. ടാക്സ്, ഇംപ്ലിമെൻറ്റഡ് ഏരിയാസ്, എക്സിക്യൂട്ടഡ് പേഴ്സൺസ്, ഫീച്ചേഴ്സ്. നികുതി, അത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ, നടപ്പിലാക്കിയ വ്യക്തി, അവയുടെ സവിശേഷതകൾ. ഇതൊക്കെയാണ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. വായിക്കാം. ടാക്സ്, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് 1793. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 അത് നിലവിൽ വന്നത്. ഇംപ്ലിമെന്റഡ് ഏരിയാസ്, അതായത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ.
നടപ്പിലാക്കിയ വ്യക്തി, എക്സിക്യൂട്ടഡ് പേഴ്സൺ ആരാണ്? ലോർഡ് കോൺവാലിസ് പ്രഭു. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദി സെമിദാർസ് ഹൂ വെയർ ദി ലാൻഡ് ലോഡ്സ് കളക്റ്റഡ് ഹൈ ടാക്സസ് ഓൺ ബിഹാഫ് ഓഫ് ദി ബ്രിട്ടീഷ്. ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. അടുത്ത പ്രത്യേകത എന്താണ്? ഫാർമേഴ്സ് വെയർ റിക്വയർഡ് ടു പേ എ ഫിക്സഡ് എമൗണ്ട് ആസ് ടാക്സ് റിഗാർഡ്ലെസ് ഓഫ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഈൽഡ്. അതായത് വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായി നികുതിയായിട്ട് നൽകണമായിരുന്നു. വിളവ് കുറഞ്ഞാലും കൂടിയാലും ഒന്നും അത് പ്രശ്നമാക്കാതെ അവർ ഒരു നിശ്ചിത തുക നികുതിയായിട്ട് നൽകണമായിരുന്നു. അടുത്ത നികുതി ഏതാണ്? റേറ്റ് വാരി സിസ്റ്റം 1820. റേറ്റ് വാരി സമ്പ്രദായം 1820 നടപ്പിലാക്കിയത്. ഏതൊക്കെ റീജിയൻസിലായിരുന്നു? സൗത്ത് ഇന്ത്യ ആൻഡ് ഡെക്കാൻ. ദക്ഷിണേഷ്യയിലും ഡെക്കാനിലുമായിരുന്നു നടപ്പിലാക്കിയത്. തോമസ് മൺറോ ആൻഡ് അലക്സാണ്ടർ റീഡ് ഇവർ രണ്ടുപേരുമാണ് ആ നികുതി നടപ്പിലാക്കിയ വ്യക്തികൾ. റേറ്റ് വാരി സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പെസൻസ് വെയർ കൺസിഡേർഡ് ആസ് ലാൻഡ് ലോഡ്സ്. അതായത് കർഷകരെ ഭൂ ഉടമകളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. കർഷകരെ ഭൂമിയുടെ ഉടമകളായിട്ട് പരിഗണിച്ചിരുന്നു. ദി ബ്രിട്ടീഷ് കളക്റ്റഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദി ഫാർമേഴ്സ്. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. ദി ബ്രിട്ടീഷ് സെയ്സ്ഡ് ദി ലാൻഡ് ഓഫ് ഫാർമേഴ്സ് ഹൂ ഫെയിൽഡ് ടു പേ ടാക്സസ്. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അടുത്തത് മഹൽവാരി സിസ്റ്റം. മഹൽവാരി സമ്പ്രദായം 1822, അതായത് 1822 അത് നടപ്പിലാക്കിയത്. ഏതൊക്കെ റീജിയനിലായിരുന്നു, ഏതൊക്കെ പ്രദേശങ്ങളാണ് നടപ്പിലാക്കിയത്? നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, പഞ്ചാബ്. അതായത് ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ ഏരിയകളിലായിരുന്നു ഈ നികുതി നടപ്പിലാക്കിയത്. ഇത് നടപ്പിലാക്കിയ വ്യക്തിയുടെ പേര് ഹോൾട്ട് മക്കൻസി. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ദി വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയാണ് നികുതി പിരിച്ചിരുന്നത്. അടുത്തത് ദി വില്ലേജ് വിച്ച് ഡിഫാൾട്ടഡ് ഇൻ ടാക്സ് പേയ്മെൻറ്റ് വാസ് അന്നെക്സഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. Let us examine the general features of the taxation systems implemented by the British. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം. ഹയർ ടാക്സ് റേറ്റ്, ഉയർന്ന നികുതി നിരക്ക്. ഇപ്പോൾ 3 നികുതികളെ കുറിച്ച് നമ്മൾ വായിച്ചു. അതിലെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ബാക്കി നോക്കാം. നെക്സ്റ്റ്, വിത്ത് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റം, farmers were forced to take loans from moneylenders so as not to lose their agricultural land. This resulted in farmers falling into debt traps. Moneylenders had the power to seize the land of these farmers. The new legal system and the land tax system of the British encouraged moneylenders. Instead of food crops, the British forced the farmers to grow cash crops such as indigo and cotton, which they needed. The spread of cash crops also led to reduced production of food crops, which led to food shortage. This increased the commercialization of agricultural helped the moneylenders exploit the farmers. After the harvest, the farmers were forced to sell the agricultural products at whatever price they could get. ബ്രിട്ടീഷുകാരുടെ ഈ നികുതി സമ്പ്രദായത്തിൻ്റെ ഫലമായിട്ട് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകരൊക്കെ പണം കടം വാങ്ങാനായിട്ട് നിർബന്ധിതരായി. അതായത് മണി ലെൻഡേഴ്സിൽ നിന്നും, അതായത് പൈസയൊക്കെ കടം കൊടുക്കുന്ന ആൾക്കാരാണ് മണി ലെൻഡേഴ്സ്, പണം ഇടപാടുകാർ. അവരിൽ നിന്ന് പണം കടം വാങ്ങാനായിട്ട് ഇവർ നിർബന്ധിതരായി. തന്മൂലം കർഷകർ കടക്കെണിയിലുമായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണം ഇടപാടുകാർക്ക് ഉണ്ടായിരുന്നു. അതായത് ഈ മണി ലെൻഡേഴ്സിന് എന്തുണ്ടായിരുന്നു? ഇവർ പൈസ കൊടുക്കും. ഇവർ ക്യാഷ് കൊടുത്തിട്ട് പറയും, ഇന്ന സമയത്തിനുള്ള ക്യാഷ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി ഞങ്ങൾ എടുക്കുമെന്ന് പറയും. അപ്പോൾ അതിനുള്ള ഒരു അധികാരം ഇവർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും ഈ മണി ലെൻഡേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. ഭക്ഷ്യവിളകളൊന്നും കൃഷി ചെയ്യേണ്ട, അതിന് പകരമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുള്ള നീലം, പരുത്തി അങ്ങനെയുള്ള നാണ്യവിളകൾ കൃഷി ചെയ്യാൻ പറഞ്ഞു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. അതായത് ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്യാതെ ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
എന്ത് സംഭവിക്കും? ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവും. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ ഈ മണി ലെൻഡേഴ്സിനെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കേണ്ടതായി വന്നു. ചുരുക്കി പറഞ്ഞാൽ നികുതി അടയ്ക്കാൻ വേണ്ടി കർഷകർ പണം കടം വാങ്ങും, ഭൂമി പണയം വെച്ച് കടം വാങ്ങും മണി ലെൻഡേഴ്സിൽ നിന്ന്. പിന്നെ അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയില്ല. ഈ ഭൂമിയും അവർക്ക് നഷ്ടമാകും. ആകെ പരിതാപകരമായൊരവസ്ഥയായിരുന്നു കർഷകരുടേത്. Let us examine how the British tax policies affected farmers. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്ന് നമുക്ക് നോക്കാം. Farmers found it difficult to pay the high taxes. ഉയർന്ന നിരക്കുള്ള നികുതി അടയ്ക്കാൻ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടി. Even if crops were damaged due to flood or drought, there was no tax relief. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലൊന്നും നികുതി ഇളവ് ലഭിച്ചിരുന്നില്ല. Farmers had to rely on money lenders to avoid losing their farmland. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ മണി ലെൻഡേഴ്സിന് അഥവാ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. Debt ridden farmers lost their land. കടക്കണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. Like the peasants, the British policies made the lives of artisans also miserable. Machine-made products from Britain were imported into India. Due to the competition with such products, the market for handicrafts products such as cotton, silk, wool, clothes, pottery, leather and edible oil was lost. This led to the loss of employment for those engaged in handicrafts. Many were forced to give up their traditional occupations. കർഷകരെ പോലെ തന്നെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, അതായത് പരുത്തിയുടെയും പട്ടിൻ്റെയും കമ്പിളിയുടെയും വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ തുടങ്ങിയവയുടെയൊക്കെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള കൈത്തൊഴിലുകളൊക്കെ ഉപേക്ഷിക്കാനായിട്ട് നിർബന്ധിതരായി. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദി ഇക്കണോമിക് പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് അഫക്റ്റഡ് ദി ഫാർമേഴ്സ് ആൻഡ് ആർട്ടിസൻസ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ കർഷകരെയും കൈത്തൊഴിലുകാരെയും എങ്ങനെ ബാധിച്ചു എന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമ്മളിപ്പോൾ വായിച്ചത് തന്നെയാണ് ആൻസർ. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് അഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ. The economic policies of the British adversely affected various sections of the population in India. People rioted against them. Let us get to know of such riots. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങളെല്ലാം ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അത്തരത്തിലുള്ള ചില കലാപങ്ങൾ നമുക്ക് നോക്കാം. ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദപടം എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ കുറിപ്പ് കൊടുത്തിരിക്കുന്നതെന്ന് വായിക്കാം. വെൻ മോക്സ് ഓൾസോ ബിക്കെയിം വാരിയേഴ്സ്. സന്യാസിമാരും പോരാളികളായപ്പോൾ. സമ്മർ ഇൻ 1773. Padachina, a village in Bengal. When it rained, the people felt comforted and rejoiced. But the rain suddenly stopped. The crops dried up. There was famine. The government did not stop collecting taxes. They ran around collecting taxes and arrears in a compulsory fashion. Bengal went through a miserable phase. 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദച്ചിഹ്നം എന്ന ഗ്രാമം മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിളവുകളെല്ലാം ഉണങ്ങിപ്പോയി. നാട്ടിലെ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. People suffered. They sold their cattle. Then they sold their tools used for agriculture. They even sold the seeds. Then their jewelry and
utensils. Some had to even remove the doors of their houses and sell them. After all, human beings have no value in the market. Therefore, nobody could sell them in the market. ജനങ്ങൾ കഷ്ടപ്പെട്ടു, കന്നുകാലികളെ വിറ്റു, കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു, വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിൻ്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. The villagers plucked the grass, leaves and dug up tubers and ate them. They even satisfied their hunger by eating rats, cats and dogs. Disease spread, fever, plague and smallpox spread like the wild wind. There was no one to take care of the sick or even bury the dead. Dead bodies were left to rot in houses. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയായി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി. You have read an excerpt from Bankim Chandra Chatterjee's Bengali novel Anandamath. Discuss the plight of the people of Bengal at that time from the novel Anandamath and the circumstances that led to it. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ഒരു ഭാഗമാണ് വായിച്ചത്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നും അന്നത്തെ ബംഗാളിലെ ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ചും ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്നും ചർച്ച ചെയ്യുക. വന്ദേ മാതരം. Our national song is taken from the novel Anandamath written by Bankim Chandra Chatterjee in Bengali in 1882. Vande Mataram is mentioned in the novel as a song sung by the character Bhavanandan. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേ മാതരത്തെ നോവലിലെ പരാമർശിക്കുന്നത്. The East India Company made no effort to solve the problem of famine in Bengal. Hence, the poor peasants and laborers fought against the British and this revolt was supported by the sannyasis. So, these are known as Sannyasi Rebellion. Along with the sannyasis, the fakirs also joined the revolt against the British and so this revolt is also called the Sannyasi Fakir Rebellion. Bhavani Padak and Manju Shah led the Sannyasi Fakir Rebellion. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതുകൊണ്ട് ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു, അഥവാ സന്യാസി റബല്യൻ. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിലാണ് ചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി പതക്, മഞ്ജു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. സന്യാസി ഫക്കീർ കലാപം എന്താണെന്ന് പഠിക്കുക, സന്യാസി ഫക്കീർ റബല്യൻ എന്താണെന്ന് പഠിക്കുക. നെക്സ്റ്റ്, ഫ്രം അഗ്രികൾച്ചർ ടു റബല്യൻ, കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. The Neelam Peasant Revolt 1859 in Bengal was the most important agrarian revolt against the British colonial rule. Let us discuss the circumstances that led to the revolt. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് എതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം അഥവാ നീലം പെസന്റ് റിവോൾട്ട്. 1859 ഇത് നടന്നത്. ഇതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. നീലം അഥവാ ഇൻഡിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായമാണത്. അത് തുണി വ്യവസായത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. തുണികൾ മുക്കാനുള്ള ചായമായിട്ടൊക്കെയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അമരി പ്ലാന്റിൽ നിന്നാണ്, അതായത് അമരി ചെടിയിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. The British planters forced the farmers to cultivate the indigo plant or amari plant for the factories established in the villages.
ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ, അതായത് ഇൻഡിഗോ പ്ലാന്റേഴ്സ്, അവർ ഗ്രാമപ്രദേശങ്ങളിൽ ഫാക്ടറികളൊക്കെ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ഈ ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാനായിട്ട്, അമരി പ്ലാന്റ് കൃഷി ചെയ്യാനായിട്ട് ഈ കർഷകരെയൊക്കെ ഒരുപാട് നിർബന്ധിച്ചു. ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി അമരി പ്ലാന്റ് കുഡ് ബി സോൾഡ് ഓൺലി ടു ദി ബ്രിട്ടീഷ്. അമരച്ചെടിയിൽ നിന്ന്, അതായത് ഇൻഡിഗോ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം, ഈ ഇൻഡിഗോ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കുവാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. അതായത് വേറെ ആർക്കും ഈ ഇൻഡിഗോ വിൽക്കുവാൻ പാടില്ലായിരുന്നു. ദി ബ്രിട്ടീഷ് പെയ്ഡ് ലെസ് ദാൻ ദി മാർക്കറ്റ് പ്രൈസ് ഫോർ ദി ഇൻഡിഗോ ടു ദി ഫാർമേഴ്സ്. ഈ ഇൻഡിഗോയ്ക്ക് അഥവാ നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. അതായത് മാർക്കറ്റിൽ 10 രൂപ ഉണ്ടെങ്കിൽ കർഷകർക്ക് അവർ ഒരു 2 രൂപയൊക്കെയാണ് കൊടുക്കുമായിരുന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞതാണ്. മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയാണ് കൊടുത്തിരുന്നത്. ഇറ്റ് ലെഡ് ടു സിവിയർ ഫുഡ് ഷോർട്ടേജ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇക്കണോമിക് ഹാർഡ്ഷിപ്പ്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. വിത്ത് ദി ഡിസ്കവറി ഓഫ് ആർട്ടിഫിഷ്യൽ ഡൈസ്, ദി ഡിമാൻഡ് ഫോർ ഇൻഡിഗോ ഡിക്രീസ്ഡ് ആൻഡ് പോവർട്ടി ഇൻക്രീസ്ഡ്. ലെഫ്റ്റ് വിത്ത് നോ അതർ ഓപ്ഷൻ, ദി പെസൻസ് ടേൺഡ് ടു ദി പാത്ത് ഓഫ് എജിറ്റേഷൻ അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ്. കൃത്രിമ ചായം കണ്ടെത്തിയതോടുകൂടി, ആ സമയത്ത് കൃത്രിമ ചായം കണ്ടെത്തി, ആർട്ടിഫിഷ്യൽ ഡൈ കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് ഈ നീലത്തിൻ്റെ ആവശ്യമൊക്കെ കുറഞ്ഞു, ഇൻഡിഗോയുടെ ആവശ്യമെല്ലാം കുറഞ്ഞു. ഇത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റ് വഴികളൊന്നുമില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു. നീൽ ദർപ്പൺ, ദി ഇൻഡിഗോ പ്ലാന്റിംഗ് മിറർ. എന്താണ് നീൽ ദർപ്പൺ? നീൽ ദർപ്പൺ ഈസ് എ പ്ലേ റിട്ടൺ ബൈ ദീനബന്ധു മിത്ര ഇൻ 1860 ബേസ്ഡ് ഓൺ ദി മിസറീസ് ഓഫ് ഇൻഡിഗോ ഫാർമേഴ്സ് ഇൻ ബംഗാൾ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെയൊക്കെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഇതൊരു നാടകത്തിൻ്റെ പേരാണ്. ദീനബന്ധു മിത്രയാണിത് എഴുതിയത്. It was under the leadership of Digambar Vishwas and Vishnu Vishwas that the revolt started. As riots spread across Bengal, farmers abandoned their indigo cultivation. Indigo factories were then attacked. When the farmers' resistance became strong, planters closed down the factories and indigo cultivation almost disappeared from Bengal. ദിഗംബർ വിശ്വാസിൻ്റെയും വിഷ്ണു വിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധ ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. അടുത്തതായിട്ട് ബിപിൻ ചന്ദ്ര എഴുതിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന ഒരു കുറിപ്പാണ്, വായിക്കാം. വെൻ ദി ഫോറസ്റ്റ് വോക്കപ്പ്, കാടുണർന്നപ്പോൾ. ദി സാന്താൾസ് ഡിസ്പ്ലേഡ് ദി മോസ്റ്റ് അഡ്വഞ്ചറസ് കറേജ്. ദേ ഡിഡ് നോട്ട് വാണ്ട് ടു സറണ്ടർ ഈവൻ ദോ ദേ ഡിഡ് നോട്ട് നോ വെൻ ദേ വുഡ് ബി കോട്ട് ആൻഡ് കിൽഡ്. Once 45 Sandals took shelter in a mud hut and fought against the British soldiers. The British soldiers fled indiscriminately at the hut. Each time the Sandals responded with arrows. When the soldiers finally stopped firing and entered the hut, they found only one old man alive, and a soldier asked him to surrender. Then the old man rushed and cut him down with his axe. സാന്താൾ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്ര ജനവിഭാഗമാണ്. ബംഗാളിലൊരു ഗോത്ര ജനവിഭാഗമാണ്. അവരെക്കുറിച്ച് എഴുതിയ കുറിപ്പാണ്. ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത്. എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയരാവുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവസാനം വെടിനിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തൻ്റെ മഴുകൊണ്ട് അയാളെ വെട്ടി വീഴ്ത്തി.
സാന്താൾ ഗോത്ര ജനതയുടെ ധീരതയെക്കുറിച്ചുള്ള കുറിപ്പാണിത്. Above is a note that shows the bravery of the Santhal tribal people. Why do you think the Santhal people fought against the British? സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന കുറിപ്പാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തിനായിരിക്കും സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? They are a tribal people who migrated to the Rajmahal Hills in Bengal province in the 18th century. Landlords unjustly extorted and usurers lent money and snatched their grain and forest resources in exchange. All this was done with the support of the British. The British administration, which had no understanding of the tribal people's relationship with the land, saw this merely as a means to increase tax revenue. 18ാം നൂറ്റാണ്ടിലെ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് സാന്താൾ ജനത. ഭൂവുടമകളൊക്കെ അന്യായമായിട്ട് കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായിട്ട് കടം നൽകുകയും പകരമായിട്ട് അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടത്തിയിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. ഈ പാവപ്പെട്ട കാടിൻ്റെ ഉള്ളിൽ കിടന്ന ഈ സാന്താൾ ഗോത്രജനതയിൽ നിന്ന് പോലും അവർ നികുതി പിരിച്ചിരുന്നു ബ്രിട്ടീഷുകാർ. The Santals launched their struggles against the British in 1855 by mobilizing the tribal people against the injustices they faced. Sidhu and Kanhu, who led these riots, were killed by the British. Although the rebellion was brutally suppressed, the Santhal rebellion became an important chapter in the history of tribal resistance. ഈ സാന്താൾ ജനത അവർ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു. എങ്കിൽ പോലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായിട്ട് ഈ സാന്താൾ കലാപം മാറി. നെക്സ്റ്റ്, ഉൽ ഗുലാൻ ദി ഗ്രേറ്റ് ടുമുൾട്ട്, അതായത് ഉൽ ഗുലാൻ കലാപം. Like the Santhal rebellion, there were many other tribal riots in many parts of India. Ul Gulan was a tribal riot that took place in the last decade of the 19th century. It is commonly known as the Munda rebellion. The word Ul Gulan means great uproar or great upheaval. The rebellion was led by Birsa Munda, who sought to break British colonial rule and established a Munda kingdom, Munda Rajya, in the Munda tribal areas of present-day Jharkhand. സാന്താൾ കലാപം പോലെ ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ഗോത്രജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽ ഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഉൽഗുലാൻ റയോട്ട് അറിയപ്പെടുന്നത് മുണ്ട റയോട്ട് എന്നാണ്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ്. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അതായത് ഇന്നത്തെ ജാർഖണ്ഡിലാണ് അന്നത്തെ ഈ ഗോത്ര ജനത ഉൾപ്പെട്ടിരുന്നത്. അതിൽ ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെയൊക്കെ തകർത്തിട്ട് അവർ മുണ്ട രാജ്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. ലെറ്റ് us examine the reasons for this rebellion. ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിംഗ്, ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും. ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മർച്ചൻസ്, വ്യാപാരികളുടെയും മണി ലെൻഡേഴ്സിൻ്റെയും ഒക്കെ സാമ്പത്തിക ചൂഷണം. In 1899, the Munda tribe started an armed rebellion against the British.
There were clashes with the British police at many places and many Munda tribesmen were killed in the firing in Ranchi. Birsa Munda was imprisoned and died there. The Munda rebellion was brutally suppressed by the British. 1899 മുണ്ട ഗോത്രവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകളുണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെടുകയുണ്ടായി. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ അതിക്രൂരമായിട്ടാണ് അടിച്ചമർത്തിയത്. കുറിച്യ റെബല്യൻ, പഹാരിയ റെബല്യൻ, കോൾ റെബല്യൻ, ഭീൽ റെബല്യൻ ആൻഡ് ഖാസി റെബല്യൻ ആർ സം ഓഫ് ദി ട്രൈബൽ റെബല്യൻസ് ദാറ്റ് took place in different parts of India against the British. കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഖാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ്. അപ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ കലാപങ്ങളാണ് ഇതെല്ലാം. കുറിച്യ കലാപം നമുക്കറിയാം അല്ലേ. കുറിച്യർ കലാപം നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ഒരു ഗോത്രവിഭാഗത്തിൻ്റെ കലാപമാണ് കുറിച്യർ കലാപം. ബിർസ മുണ്ടയെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്? ബിർസ മുണ്ടാസ് ബർത്ത്ഡേ November 15 ഈസ് ഒബ്സർവ്ഡ് ആസ് ജാതീയ ഗൗരവ് ദിവസ് ട്രൈബൽ പ്രൈഡ് ഡേ ഇൻ ഇന്ത്യ ഫ്രം 2021 ഓൺവാർഡ്സ്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജാതീയ ഗൗരവ് ദിവസം അഥവാ ഗോത്രാഭിമാന ദിനമായിട്ട് 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. ബിർസ മുണ്ട ഈസ് ദി ഓൺലി ട്രൈബൽ ലീഡർ ടു ബി ഓണേഡ് വിത്ത് ഹിസ് പോർട്രേറ്റ് ഡിസ്പ്ലേഡ് ഇൻ ദി ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി ഈസ് റിട്ടൺ ബൈ ഇക്ബാൽ ദുറാനി വിത്ത് ബിർസ മുണ്ട ആസ് ദി സെൻട്രൽ ക്യാരക്ടർ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി. ആരണ്യർ അധികാർ ഈസ് റിട്ടൺ ബൈ മഹേശ്വത ദേവി വിത്ത് ബിർസ മുണ്ട ആസ് ദി സെൻട്രൽ ക്യാരക്ടർ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹേശ്വത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം.